ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുള്ളിസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് ഞാനും ആച്ചും അർജുൻ കൂടിയിട്ട് ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാന്നല്ലേ? അതെ, നേരെ വെളിച്ചാവുമ്പോൾ തന്നെ അമ്പലത്തേക്ക് പോവുക കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോണത്. ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഉള്ള ഗല്ലിയാണ് കേട്ടോ അത്. ഇവിടെ വെച്ചിട്ടാണ് ദുരന്തർ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല രാവിലെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പാൽക്കാർ വന്നിട്ടുണ്ട്, അവിടെ പാലിറക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്താണ് വീട്ടി സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ വീട്ടി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ പഞ്ചംപൂരി വാല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൂരി മസാലയുടെ ഷോപ്പാണ്, ഹോട്ടൽ. അപ്പം ഞങ്ങൾ മെല്ലെ നടന്ന് വീട്ടിലേക്ക് വീട്ടി സ്റ്റേഷനിലേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഭയങ്കര ശാന്തമായിട്ടുണ്ട്. പക്ഷേ ഈ സമയമാകുമ്പോഴത്തേനും വണ്ടികളും തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കുന്ന കാരണം വീട്ടി സ്റ്റേഷനിലേക്ക് യാത്രക്കാർ വരുന്നതും പിന്നെ അവിടെ നിന്ന് പോണതും എപ്പോഴും തിരക്കും കാര്യം. മുംബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാത്തൊരു സിറ്റിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. തീരെ ഉറക്കമില്ലാത്തൊരു സിറ്റി എന്നൊന്നും വേണമെങ്കിൽ പറയാം മുംബൈ സിറ്റി. മുംബൈ ജനങ്ങൾക്ക് വർക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടി സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അർജുനും ആച്ചും പോയി. കണ്ടില്ലേ, ഇതാണ് വീട്ടി സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിനിലേക്കുള്ള യാത്ര. അതാ നിൽക്കുന്നത് ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ട്രെയിനിൽ കയറിയിട്ട് വാശിയിലേക്കാണ്, എങ്ങോട്ടാന്ന് പറഞ്ഞില്ല, വാശിക്കാണ് ഞങ്ങൾ പോണത്. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് സീറ്റൊക്കെ ഉറപ്പിച്ച്, തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് പുലർച്ചയായ കാരണം കൊണ്ട് വല്ലാണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൻ്റെ ഉള്ളിലല്ലേ, നല്ല സ്പീഡാകുമ്പോൾ കാറ്റടിച്ചിട്ട് നല്ലൊരു തണുപ്പ് കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതാ നല്ല അടിപൊളി കടലിൻ്റെ വിഷ്വൽസാണ്. അപ്പോൾ ഞാൻ മെല്ലെ പുറത്ത് ഇത് വിൻഡോയുടെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റില്ല. അവിടെയൊക്കെ സത്യം പറയണല്ലോ തീരെ വൃത്തിയില്ല. നല്ല മുറുക്കിയിട്ട് തുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഒന്ന് വിഷ്വലെടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അർജുനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി നിന്നിട്ട് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ വാശി സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇനി പുറത്ത് വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഊബർ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് അമ്പലത്തേക്ക് പോവാം. അതിൽ നേരം വെളിച്ചാകുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ അവരുടെ ഇങ്ങനെ രാവിലത്തെ റൊട്ടീനും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മീനിൻ്റെ ആൾക്കാർ അങ്ങനെ ഭയങ്കര തിരക്ക് തന്നെ രാവിലെ സ്റ്റേഷനിൽ കേട്ടോ. ഇതാണ് വാശി സ്റ്റേഷൻ കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയല്ലേ, സൂപ്പറാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് ഊബറിൻ്റെ ഓട്ടോ ബുക്ക് ചെയ്ത്, ഇവിടെ ഓട്ടോറിക്ഷക്കാർ ഒത്തിരി ഹൈ ആയിട്ട് പ്രൈസ് പറയണുണ്ട്. ഞങ്ങൾ ഊബറിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അധികം പൈസ വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് യാത്രയാണ്. പക്ഷേ ബോംബെയിൽ വന്നിട്ട് ഫസ്റ്റ് ഓട്ടോറിക്ഷ യാത്രയായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നേ. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് നോക്കി ഇവിടെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ വാശി സ്ഥലങ്ങൾ കാണുമ്പോൾ ശരിക്കും നമ്മളുടെ നാട്ടിലത്തെയൊക്കെ ഒരു പ്രതിനിധി ചെയ്യണിട്ടാണ് തോന്നണത്. കാരണം അവിടെ ശരിക്കും ഫുള്ള് മലയാളീസാണ് കേട്ടോ. ആ സ്ഥലത്ത് വാശി ഏരിയയിൽ ശരിക്കും നമ്മളുടെ ഒരു നാട്ടിൽ കൂടെ ഒരു പോണ ഒരു പ്രതിനിധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലത്തിൻ്റെ ചുമരിൻ്റെ അവിടെ തന്നെ ഗണപതി ഭഗവാൻ്റെയും ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും അയ്യപ്പൻ്റെയും എല്ലാവരും ഫോട്ടോകൾ ഇങ്ങനെ നന്നായിട്ട് വരച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം. വാശിയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം. നോക്കിയേ, നമ്മുടെ കൂവളം കായ്ച്ച് നിൽക്കണ നാട്ടിലാണ് ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കണ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ വീട്ടിലാട്ടോ നന്നായിട്ട് കൂവളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് അയ്യപ്പ ക്ഷേത്രം. നവി മുംബൈയിലെ അയ്യപ്പ മിഷൻ വാശി അവിടെയാണ് ക്ഷേത്രം, ന്യൂ മുംബൈയിൽ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴാൻ പോവുകയാണ്. ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കണില്ല. നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച്. ഇവിടെ അയ്യപ്പനുണ്ട്, ദേവിയുണ്ട്, കൃഷ്ണനുണ്ട്, അതുപോലെ നാഗദൈവങ്ങളുണ്ട്,
പിന്നെ നമ്മുടെ ചെറിയതായിട്ട് രാഹു ബുധൻ ശനി അങ്ങനെ നവഗ്രഹങ്ങളുടെ അമ്പലമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഗണപതി ഭഗവാന്റെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് ഇനി വീട്ടിലേക്കുള്ള യാത്ര. ഇനി വേറെ അമ്പലങ്ങളിൽ പോകണ്ട കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇട്ടുതരാം. ഓട്ടോറിക്ഷയിൽ എന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് പോകണം. ഭയങ്കര ഹാപ്പിയായി, മനസ്സിന് ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവർക്കും കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു.